പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. മാരാനാഥ ധ്യാന കേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഓരോ ഞായറാഴ്ചയുടെയും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായി പിതാക്കന്മാർക്ക് മേലിരിക്കുന്ന വായനകളുടെ സാരാംശം, അതിൻ്റെ ധ്യാനം മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ കുറച്ച് നാളായി ആഗ്രഹിച്ച് ശുശ്രൂഷിച്ച് വരികയാണല്ലോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വായനകൾ, പ്രിയമുള്ളവരെ, ഇന്ന് സന്ധ്യ തുടങ്ങി നാളെ പ്രഭാതത്തിലും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പഴയ നിയമ വായനകളും പിന്നീട് വിശുദ്ധ കുർബാന ആരംഭിച്ചതിന് ശേഷമുള്ള ലേഖനങ്ങളും തുടർന്ന് വിശുദ്ധ എവൻഗേലിയോനൊക്കെയും പരിചയപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട് ആഗ്രഹിച്ചു നിൽക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. കർത്താവെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരും നിറഞ്ഞ് നാളെ ഒരു വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇന്ന് മുതൽ, ഈ സന്ധ്യ മുതൽ ഒരുങ്ങി അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തവും തിരുശരീരവും ഭക്ഷിച്ച് വിശുദ്ധിയുള്ളവരായി തീരുവാൻ കൃപ നൽകണമേ. ഇതുവരെ നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുന്നു. ഒരുപാട് വീഴ്ചകളും ഒരുപാട് പോരായ്മകളും കുറവുകളെല്ലാം ഞങ്ങളുടെ ഈ ക്രൈസ്തവ ജീവിതയാത്രയിൽ വന്നുപോയി. അവിടെയെല്ലാം നീ ഞങ്ങളെ കരുതി സ്നേഹിച്ച് മുന്നോട്ട് നടത്തി. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിലും അവിടുത്തെ വാത്സല്യത്തിലും അവിടുത്തെ പുത്രൻ്റെ സാഹോദര്യത്തിലും സ്നേഹത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലൊക്കെയും ഞങ്ങളെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിനായി സ്തോത്രം. ഇനിയും കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. നിങ്ങളൊക്കെയും വചനം ഗ്രഹിച്ച് ജീവിച്ചതുപോലെ ഞങ്ങളും ഈ വചനം ഗ്രഹിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലതും ഞങ്ങൾക്കായി കാൽവറിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നാളത്തെ ഞായറെന്ന് പറയുന്നത്. അതിൽ സന്ധ്യയ്ക്കുള്ള വായന, ഇന്നത്തെ സന്ധ്യയുടെ വായന പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. നാളെ പ്രഭാതത്തിൽ നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 19 വരെ വാക്യങ്ങളും 4-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 21 വരെ വാക്യങ്ങളുമാണ്. പഴയ നിയമ വായനകൾ നമ്മൾ നാളെ വായിക്കുന്നത് ലേവ്യർ പുസ്തകം 19-ൻ്റെ 1 മുതൽ 8 വരെ വാക്യങ്ങളും ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെ വാക്യങ്ങളും ഏശയ്യാ പ്രവചനം 61-ൻ്റെ 10-11 വാക്യങ്ങളും ബാറാസിർ അല്ലെങ്കിൽ പ്രഭാഷകൻ 46-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ വാക്യങ്ങളും 2 ശമൂവേൽ 5-ൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളും ഉത്തമഗീതങ്ങൾ 2-ൻ്റെ 15 മുതൽ 3-ൻ്റെ 6-ാമത്തെ വാക്യവും കൂടിയാണ്. പഴയ നിയമപുസ്തകത്തിൽ 6 വായനകൾ ഇന്നത്തെ നാളത്തെ വിശുദ്ധ ആരാധനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായന വായിക്കുവാനായിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ എണ്ണം കുറച്ചൊക്കെയാണല്ലോ നമ്മൾ പള്ളിയിലൊക്കെ വായിക്കുന്നതും. ആ സമയത്ത് തന്നെ പലരും എത്തിച്ചേരാറില്ല എന്നുള്ളതും തന്നെ ഒരു പ്രധാന കാര്യമാണ്. അതെല്ലാം ശ്രദ്ധിച്ച് ഇപ്പോഴേ തുടങ്ങി വായിച്ച് ശീലിച്ച് ധ്യാനിച്ചൊക്കെ അതിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട ആവശ്യമുണ്ട്. വിശുദ്ധ കുർബാനയ്ക്കുള്ള ലേഖനങ്ങൾ വായിക്കുമ്പോൾ പൊതുവിനെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24 മുതൽ 28 വരെ വാക്യങ്ങളാണ്. ലേഖനം പൗലോസ് ശ്ലീഹ എഴുതിയ എഫേസ്യർ 2-ൻ്റെ 11 മുതൽ 18 വരെ വാക്യങ്ങളാണ്.
എവങ്കേലിയോൻ സുവിശേഷം വിശുദ്ധ മത്തായി 10:34, 11, 34 മുതൽ വാക്യങ്ങളും 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവുമാണ്. നമുക്ക് അല്പസമയം ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഓടിച്ചിട്ടൊന്ന് ചിന്തിച്ചു പോകാം. സന്ധ്യാവായനയാണ് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെ വാക്യങ്ങളാണ്. ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഭാഗമാണത്. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ഞങ്ങൾ അത്യധികമായി കരുതുന്ന ദൈവമേ, ഈ വചനം ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്. യേശു തൻ്റെ ദൗത്യം ഏൽപ്പിക്കുവാൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. യേശു ഏത് നേതൃത്വത്തിനും ഏത് ഗുരുക്കന്മാർക്കും നമ്മൾ പഴയ നിയമം മുതൽ വായിക്കുമ്പോൾ ശിഷ്യന്മാരുണ്ട്. മോശയുടെ ശിഷ്യന്മാരുണ്ടായിരുന്നു, സ്നാപകന യോഹന്നാന് ശിഷ്യന്മാരുണ്ടായിരുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഗുരുക്കന്മാരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. ഇവിടെ യേശു തൻ്റെ കൂട്ടത്തിലുള്ളവരിൽ നിന്ന് തൻ്റെ ചുമതല കൈമാറുവാൻ വേണ്ടി ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണത്. ഒന്നാമത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ഈ ദൗത്യത്തിലേർപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ധാരാളം പ്രാർത്ഥിക്കണമെന്ന് ഇതിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്ന് പറയുന്നത്, ഇവിടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യരാകുക എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുന്നവർക്ക്, മനസ്സ് തകർന്നു പോയവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുവാനും അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനുമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയാണെന്ന്. അപ്പോൾ ശിഷ്യനായി തീരുക എന്ന് പറഞ്ഞാൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 50-4 തന്നെ പറയുന്നു: പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. എന്ന് പറഞ്ഞാൽ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ട, ക്രിസ്തു സ്നേഹം പങ്കുവെക്കേണ്ടവർ എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾക്കായിട്ട് കാതുകൾ കൂർപ്പിച്ച് വെക്കേണ്ടവരാണ് എന്നാണ്. മറ്റൊന്ന്, ശിഷ്യന്മാരെക്കുറിച്ച് ഉപദേശം സ്വീകരിക്കേണ്ടവരാണ് ശിഷ്യന്മാരെന്നാണ്. എന്താണ് ഇവിടെ ഉപദേശം എന്ന് വെച്ചാൽ, യേശുക്രിസ്തു നൽകുന്ന ഉപദേശങ്ങളെല്ലാം അത് സ്വീകരിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ ഒന്ന്, എന്ത് കാര്യം ചെയ്യുമ്പോഴും ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം. 2, നമുക്ക് എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും അതെല്ലാം നമ്മുടെ സന്തോഷത്തിനായി മാറുമെന്ന് ഉള്ള ഒരു ചിന്തയും തീരുമാനവും നമ്മുടെ രൂപത്തിൽ വരണം. മറ്റൊന്ന്, ക്ഷീണിച്ചു പോയവർക്ക്, വേദനിക്കുന്നവർക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക്, മനം തകർന്നവർക്ക് ആശ്വാസവുമായി എത്തുന്നതിനാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നുള്ള ചിന്ത. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 തരക്കാരുണ്ടായിരുന്നു. 2 തരത്തിലുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒന്ന്, സാധാരണ ശിഷ്യന്മാർ. അവർ യേശുവിനെ രക്ഷകനും നാഥനുമായി, മിശിഹ എന്ന് വിശ്വസിച്ചവരാണ്. യേശു രക്ഷകനാണ്, യേശു നമ്മുടെ നാഥനാണ്, യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചവരാണ്. അവർ സ്വസ്ഥമായിട്ടും സമാധാനത്തോടു കൂടിയൊക്കെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുടുംബത്തിൽ സ്വസ്ഥമായി കഴിയുന്നവരാണ്. രണ്ടാമത്തെ കൂട്ടർ ഗുരുവിനെ പൂർണ്ണമായി അനുഗമിക്കുന്നവരാണ്. അവരെല്ലാം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിക്കുന്നവർ. അവരെയാണ് ഇപ്പോൾ യേശു തിരഞ്ഞെടുത്ത 12 പേരെന്ന് പറയുന്ന അവരാണ്. എന്നാൽ അത് ഇന്ന് വരെയും ഇനി മുന്നോട്ടും
കർത്താവ് വരുന്നത് വരെയും ലോകാവസാനം വരെയും ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ശിഷ്യത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർക്കൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പ്രിയമുള്ളവർ അവസാനിച്ചു പോയൊരു കാര്യമല്ല, തുടർന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഞാനൊക്കെ അങ്ങനെയാണ് മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്നത്. ഈ എന്നെയൊക്കെ ദൈവം കർത്താവ് അങ്ങനെ ശിഷ്യത്വത്തിലേക്ക് വിളിച്ചു എന്നുള്ള ഒരു ധാരണയിലാണ് ഞാനിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ തന്നെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ആ സുവിശേഷ വേലയ്ക്ക് വിളിച്ച ഒരു വൈദികനാണ്. അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഞാനും പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം ഞാൻ എൻ്റെ വരുമാന മാർഗമായ ജോലികളും കൃഷികളും മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് ഏകദേശം 30 വർഷത്തോളമായി ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകട്ടെ. പ്രഭാതത്തിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതും ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. വിളക്ക് കത്തിച്ചാരും പറയുടെ തണ്ടിൽ കീഴിൽ വെക്കാറില്ല, തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നു. അവിടെ നമുക്ക് ഈ വചനമാകുന്ന വെളിച്ചം മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വിളി കിട്ടിയാൽ, നമ്മൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരാളോട് പറയുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നാണ്. കാരണം അത് വിളക്കാണ്, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ദീപമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അത് മറച്ചു വെക്കാൻ പാടില്ല, അത് മറ്റുള്ളവരോട് അറിയിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് കർത്താവ് ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത്. ഈ യേശുവിൻ്റെ ഈ രഹസ്യം, ഈ മർമ്മം, ആ പ്രബോധനം അത് മറച്ചു വെക്കാനുള്ളതല്ല. അത് രഹസ്യാത്മകമായിട്ട് പഴയ നിയമകാലത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷേ യേശുവിലൂടെ അത് മറനീക്കി പുറത്തു വന്നു. ഇനി അത് ആരും മറച്ചു വെക്കാനുള്ളതല്ല, അത് പരസ്യമായി ലോകത്തോട് അറിയിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ദീപമാകിയാൽ അത് മറച്ചു വെക്കാനുള്ളതല്ല. എന്നാൽ അത് ആർക്കാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ തുറന്ന ഹൃദയമുള്ളവനാണ് അത് കിട്ടുന്നത്. തുറന്ന ഹൃദയമുള്ളവന് പിന്നെയും പിന്നെയും നൽകപ്പെടുമെന്നാണ് വചനം പറയുന്നത്. എന്നാൽ തുറന്ന ഹൃദയമില്ലാത്തവരിൽ നിന്ന് അത് മറച്ചു വയ്ക്കപ്പെടും. തുറന്ന ഹൃദയമില്ലാത്തവരിൽ നിന്ന് അത് മറച്ചു വയ്ക്കപ്പെടും. തുറന്ന ഹൃദയമുള്ളവർക്ക് പിന്നെയും പിന്നെയും പ്രിയമുള്ളവരെ അത് ലഭിക്കുമെന്നാണ്. അതാണ് അവിടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ആഗ്രഹിച്ച് അവരെ കടന്നു വരുവാണെങ്കിൽ അവർക്കത് ലഭിക്കുമെന്നുള്ളതാണ് ആ പരമമായ വിളി. ആ പരമ പരിശുദ്ധിയുടെ ഒരു വിളിയാണല്ലോ അത് ആ വിളിയാണെന്ന് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അടുത്ത വായനയിൽ അതാണ് കാണുന്നത്. ലേവ്യർ പുസ്തകം 19:1-8 വരെ നാളെ പ്രഭാതത്തിൽ നമ്മൾ വായിക്കുന്ന പഴയ നിയമത്തിൻ്റെ ആദ്യത്തെ വായനയാണ്. അത് പരിശുദ്ധിയിലേക്ക് വിളിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന. എന്താണ്? നിങ്ങൾ പരിശുദ്ധരായിരിക്കുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ. എന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. കർത്താവായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പരിശുദ്ധരാകുവാനെന്നൊരു ആഹ്വാനമാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് പോലും നമ്മൾ വിശുദ്ധരാകാൻ വേണ്ടിയാണെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടിയാണ് നമ്മൾ കുർബാനയെ സമീപിക്കേണ്ടത്. മറ്റൊന്ന്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. മൂന്നാമത്തെ ചിന്ത ആ പുസ്തകത്തിൽ വരുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത്. എന്ന് വെച്ചാൽ സൃഷ്ടാവിന് നൽകേണ്ട ബഹുമാനം സൃഷ്ടിക്കുക നൽകുകയും പ്രകൃതി വസ്തുക്കളിൽ ദൈവിക ശക്തി ആരോപിക്കുകയുമാണ് സാധാരണ അർത്ഥത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് ദൈവം പറയുന്നതിൻ്റെ കാരണം ഇതാണ്. സൃഷ്ടാവിന്, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം സൃഷ്ടിക്ക് നൽകുകയും പ്രകൃതി വസ്തുക്കൾ ദൈവിക ശക്തി ആരോപിക്കുകയുമാണ് സാധാരണ അർത്ഥത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിഗ്രഹാരാധന അല്ലെങ്കിൽ വിഗ്രഹമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. ഇനി ആ വിഗ്രഹ ആരാധനയുടെ രൂപഭേദങ്ങൾ നമുക്ക് നോക്കിയാൽ, ഒന്ന് കല്ല്, നദി, മരം മുതലായ അചേതന വസ്തുക്കളെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു ദൈവമകൻ, ദൈവ പൈതൽ അതിനെ ആരാധിക്കാൻ പാടില്ല. കല്ല്, നദി, മരം മുതലായ അചേതന വസ്തുക്കളെ ആരാധിക്കുക വിഗ്രഹാരാധനയുടെ ഭാഗമാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനി അത് ചെയ്യാൻ പാടില്ല എന്നാണ്. 2, മൃഗങ്ങളെ ആരാധിക്കുക, അതും വിഗ്രഹാരാധനയാണ്. മൃഗങ്ങളെ ആരാധിക്കുക അതും പാടില്ല, ദൈവമക്കൾക്കത് പാടില്ല. 3, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം മുതലായ പ്രപഞ്ചശക്തികളെയും വായു,
തീ മുതലായ പ്രകൃതി ശക്തികളെയും ആരാധിക്കുക. അത് പാടില്ല. വീരന്മാരെയും മൃതന്മാരെയും ആരാധിക്കുക. ഇതൊക്കെയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒന്നും കൂടി പറയാം. കല്ല്, നദി, മരം മുതലായ അചേതന വസ്തുക്കളെ ആരാധിക്കാൻ പാടില്ല. മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം മുതലായ പ്രപഞ്ചശക്തികളെയും വായു, തീ മുതലായ പ്രകൃതി ശക്തികളെയും ആരാധിക്കുവാൻ പാടില്ല. വീരന്മാരെയും മൃതന്മാരെയും ആരാധിക്കുവാനൊന്നും പാടില്ല. ഇതൊന്നും നമുക്ക് ഒന്നും പാടില്ല. പിന്നെയോ സൃഷ്ടാവായ ദൈവത്തെ, ഏകദ സത്യദൈവമായ പിതാവിനെയും അവിടുന്ന് അയച്ച പുത്രനെയും ആ പുത്രൻ വഴി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും മാത്രമേ ആരാധിക്കാവൂ. എന്നാൽ വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയൊക്കെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കാരണം ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ആരെയും നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ആരാധന പരിശുദ്ധ തൃത്വത്തിന് മാത്രം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പങ്ക് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിച്ച് സത്യകുമ്പസാരം നടത്തി ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വായനയായിട്ട് കൊടുക്കുന്ന ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അതിൻ്റെ 6-ാം അധ്യായം 25 മുതൽ 28 വരെ വാക്യങ്ങളാണ്. അതിങ്ങനെയാണ് നമ്മളത് വായിക്കുന്നത്. ദാരിയൂസ് രാജാവ്, ദാനിയേലിൻ്റെ രാജാവാണ്. ഉറ്റ സുഹൃത്തിനെ പോലെ ദാനിയേലിനെ കണ്ടിരുന്ന രാജാവാണ്. ആ രാജാവ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി. എന്താണ് എഴുതിയെന്നറിയുമോ? എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കണമെന്ന്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ദാനിയേലിൻ്റെ പേരിൽ ശത്രുക്കളായിട്ടുള്ള, അസൂയാലുക്കളായിട്ടുള്ള, വിഗ്രഹാരാധികളായിട്ടുള്ള ആളുകൾ ദാനിയേൽ സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവനെ മോശക്കാരനായിട്ട് കാണിക്കാൻ, അവനെ കൊന്നുകളയാനുള്ള അസൂയ പൂണ്ടിട്ട് രാജാവിനോട് നുണപ്രചരണങ്ങൾ നടത്തി രാജാവ് അവനെ സിംഹത്തിൻ്റെ കുഴിയിലിട്ടു. നേരം വെളുത്ത് രാജാവ് അതിദുഃഖിതനായി ദാനിയേലിനെ വന്ന് വിളിച്ചപ്പോൾ ദാനിയേൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് രാജാവിനോട് സംസാരിക്കാനിടയായി. ആ കാര്യമാണ് രാജാവിന് ബോധ്യം വന്ന് ദാനിയേലിൻ്റെ ദൈവം ശക്തനും സർവശക്തനുമാണ്, ഏതാപത്തിൽ നിന്നും ഏത് അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നവനാണെന്ന്. അതുകൊണ്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അവിടുത്തെ അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അവിടുത്തെ ആധിപത്യത്തിന് അവസാനമില്ല. മുമ്പ് വായിച്ചു കേട്ട ഭാഗത്ത് നമ്മൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാമുള്ളൂ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കാണ് വരേണ്ടത്, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല. അത് പാടില്ല എന്നുള്ളതിൻ്റെ ഉറപ്പ് വരുത്തിയ ഒരു വിശുദ്ധനാണ് ദാനിയേൽ. അതുകൊണ്ട് ദാനിയേലിന് അത് പാടില്ല എന്ന് ഉറപ്പുവരുത്താൻ, രാജാവിൻ്റെ മുമ്പിൽ ഉറപ്പ് കൊടുക്കാൻ ദൈവത്തെ മാത്രം വിശ്വസിച്ച് ചെയ്തപ്പോൾ അവൻ സിംഹക്കുഴിയിൽ ഇടപെടേണ്ടി വന്നുവെങ്കിലും യാതൊരു ആപത്തോ അനർത്ഥങ്ങളോ ഇല്ലാതെ അവൻ കരയേറ്റപ്പെട്ടു. മാത്രമല്ല, അവൻ മുഖാന്തരം ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും, ആ രാജാവിൻ്റെ അധികാര സീമയിൽപ്പെട്ട മുഴുവൻ ആളുകളും സത്യദൈവത്തെ വണങ്ങേണ്ടതായിട്ട് വന്നു. നമ്മളിലും ഈ ദാനിയേലിൻ്റെ വിശ്വാസവും അതേ മനോഭാവം ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അതുണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളാണ്. വിമോചൻ്റെ സദ്വാർത്തയാണ്. വിമോചനം, ദൈവം ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളങ്ങളിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷമുള്ള പ്രവാചകൻ്റെ സ്തുതിഗീതമാണത്. ഒരു വരൻ പുഷ്പമാലിന്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടെ നിന്ന് തന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി ധരിപ്പിക്കുകയും ചെയ്തു. രക്ഷയുടെ ഉടയാടകൾ, രക്ഷ എന്ന കവചം, നീതി എന്ന മേലങ്കി ധരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സത്യദൈവത്തെ ആരാധിക്കുന്നവർ ജനതകളുടെ ഇടയിൽ ഐശ്വര്യമുള്ളവരായി ഉയർന്നു നിൽക്കുമെന്നുള്ള സന്ദേശമാണ്, വിമോചനത്തിൻ്റെ സന്ദേശമാണ് യെശയ്യാ പ്രവാചകനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നാലാമത്തെ വായന ബാറാസീറെ അല്ലെങ്കിൽ പ്രഭാഷകൻ എന്ന് പറയും. അത് ഇങ്ങനെയാണ്. യോശുവയെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് അവിടെ പറയുന്നത്. അതിലൂടെ അർത്ഥമാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്, ദൈവം വിളിച്ച് വേർതിരിച്ചവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിച്ചവർ. യോശുവയെ ദൈവം മോശയ്ക്ക് ശേഷം വിളിച്ചതാണല്ലോ, അല്ലെങ്കിൽ മോശയുടെ കൂടെ മോശയുടെ ശിഷ്യനായിട്ട് വിളിക്കുകയും മോശയിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ട ഉത്തരവാദിത്വം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്ത കിട്ടിയ വ്യക്തിയാണ് യോശുവ. അപ്പോൾ പ്രഭാഷകൻ അല്ലെങ്കിൽ ബാറാസീറ പറയുന്നു, പ്രപഞ്ചശക്തികൾ പോലും അവരെ അനുസരിക്കും. ആ ഭാഗം നിങ്ങൾ വായിക്കേണ്ടതാണ്. ബാറാസീറ 46-ൻ്റെ 1 മുതൽ 6.
കർത്താവ് വിളിച്ച് വേർതിരിച്ചവൻ കർത്താവിൽ നിന്ന് ഒരു അണുവിട പോലും വ്യതിചലിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളണമെന്ന് വിചാരിക്കുന്നവൻ വലിയ ശക്തനായി തീരുമെന്നുള്ളൊരു സന്ദേശം ആ പുസ്തകത്തിൽ നമുക്ക് തരികയാണ്. ഇതുപോലെ തന്നെയാണ് പഴയ നിയമത്തിൻ്റെ 5-ാമത്തെ വായനയിൽ 2 ശമൂവേൽ 5-ന്റെ 1 മുതൽ 10 വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴും ദാവീദ് രാജാവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ അതിശക്തനാണ്. അവൻ്റെ അടുത്ത് വന്ന് അവൻ ഭരിക്കുന്ന രാജ്യത്തെ ഒരു പ്രവിശ്യയിലെ ആളുകൾ വന്നിട്ട് പറയുകയാണ്, നീ ഞങ്ങൾക്ക് ശൗലിനേക്കാൾ വലിയവനാണ്. ശൗൽ ഭരിച്ചിരുന്നപ്പോഴും ഞങ്ങൾക്ക് ആവശ്യവും ഞങ്ങൾക്ക് സമാധാനവും നിന്നിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നീ ഞങ്ങളുടെ വലിയ ശക്തനായ ഒരു തേരാളിയാണ്, ഒരു നേതാവാണെന്ന്, നീ ഇല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും രാജാവെന്നുള്ള ആ ഒരു ചിന്തയിൽ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും ഉത്തമഗീതമാണ് പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വായനയായിട്ട് നൽകപ്പെടുന്നത്. പഴയ നിയമ വായനയിൽ ഉത്തമഗീതങ്ങളിൽ നമ്മൾ ഉത്തമഗീതം അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന ഒരു ആളുകളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉത്തമഗീതം 2:15 3:6 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിലിങ്ങനെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ പിടികൂടുക, നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? കർത്താവിൻ്റെ വയൽപ്രദേശമാകുന്ന ഈ പരിശുദ്ധ സഭയിൽ നാം ഓരോരുത്തരുമായിരിക്കുന്ന ഈ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന, വേർതിരിക്കപ്പെട്ടിരിക്കുന്ന നാം സത്യകുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടത്തിൽ മുന്തിരിത്തോപ്പ് പൂത്തുലഞ്ഞു നിൽക്കുന്ന നാളിൽ കുറുക്കന്മാർ വന്ന് അത് നശിപ്പിക്കുന്ന അനുഭവമുണ്ട് എന്ന് ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയായി ചിത്രീകരിക്കുന്ന ഉത്തമഗീതത്തിൽ പറയുകയാണ്. ആ കുറുക്കന്മാരെ പിടിക്കുക, ആ ചെറു കുറുക്കന്മാരെ പിടിച്ചു കെട്ടുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മൾ ക്രിസ്തുവിനോളം വളരേണ്ടവരാകയാൽ നമ്മെ നശിപ്പിക്കുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങളായ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ഒഴിവാക്കണം. ചെറിയ സമയത്തിൻ്റെ കുറവുണ്ട്, അതിൽ വ്യാഖ്യാനത്തിലേക്കൊന്നും പോകുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, സാത്താൻ്റെ പ്രലോഭനങ്ങൾ. ഇവിടെ കുറുക്കൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാത്താൻ്റെ പ്രലോഭനങ്ങളെയാണ്. കാരണം മുന്തിരിത്തോപ്പ് പൂത്തുലയാണ്. മുന്തിരിത്തോപ്പിൽ ധാരാളം ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഈ എവൻഗേലിയോൻ്റെ വേദഭാഗം തന്നെ വ്യാഖ്യാന ചിന്തകളുമായിട്ട് ഈ ചാനലിലൊക്കെ, യൂട്യൂബ് ചാനലിലൊക്കെ എത്രയോ പിതാക്കന്മാർ തുടങ്ങി, അഭിവന്യ തിരുമേനിമാർ തുടങ്ങി, ശ്രേഷ്ഠ വൈദികർ തുടങ്ങി എത്രയോ ആളുകൾ ഇറങ്ങി വന്നിരിക്കുന്നു. എത്രയോ നല്ല സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പരിശുദ്ധ സഭ പൂത്തുലയാണ്. പൂത്തുല എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ കൊണ്ട്, നല്ല കാട്ടുമുന്തിരിങ്ങയല്ല, നല്ല മുന്തിരിങ്ങ, യേശുക്രിസ്തു ആകുന്ന മുന്തിരിച്ചെടിയിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന ആ മുന്തിരിവള്ളികളായി തീർന്നുകൊണ്ട് ആ ശിക്ഷഗണത്തിലേക്ക് വേർതിരിച്ച് വിളിക്കപ്പെട്ടവർ സഭയ്ക്ക് വേണ്ടി സഭയിൽ നിന്നുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ അതിനെ തകർക്കുന്ന കുറുക്കന്മാരും ചെറു കുറുക്കന്മാരും ഒറ്റയ്ക്കായും കൂട്ടത്തോടെയും വന്ന് നശിപ്പിക്കാൻ പോകുന്ന, എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ സാത്താൻ്റെ ചെറിയ പ്രലോഭനങ്ങൾ പോലും കണ്ടുപിടിച്ച് നമ്മൾ വിശുദ്ധിയിലേക്ക് വളരേണ്ടവരാണ്. അത് ഒഴിവാക്കി തിന്മകളിൽ നിന്നും എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും നമ്മൾ പൂർണ്ണമായി മോചനം പ്രാപിച്ച് വളരണമെന്നുള്ളത് പ്രിയമുള്ളവരെ വളരെ വ്യക്തമായി ഇതിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. ഇനി മറ്റൊന്ന്, നമ്മൾ അടുത്തത് ശ്ലീഹന്മാരുടെ അപ്പോസ്തല പ്രവൃത്തി എന്നുള്ള പൊതുവിനെഴുതിയ ലേഖനത്തിലുള്ള വായനയാണ്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4:24-28 വാക്യങ്ങളാണ്. 28 4-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ അറിയാം. 3-ാമത്തെ അധ്യായത്തിൽ മുടന്തനെ സൗഖ്യപ്പെടുത്തി അവർ വന്ന് അന്ന് 5000-ഓളം പേര് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നു. അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000-ഓളം പേരാണ്, പെന്തക്കോസ്താ ദിവസത്തെ പ്രസംഗത്തിൽ 3000-ഓളം പേരാണ് സ്നാനപ്പെട്ടതെങ്കിൽ മുടന്തനെ സൗഖ്യമാക്കി അവർ വന്നതിന് ശേഷം അന്നത്തെ പ്രസംഗത്തിൽ 5000 പേരാണ് സ്നാനപ്പെട്ടിരിക്കുന്നത്. അത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി. അവർ ഭയങ്കരമായിട്ടുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ ശിഷ്യന്മാരെ അവർ പീഡിപ്പിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അങ്ങനെ അവർ ശിഷ്യന്മാരെ വല്ലാത്ത
അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോൾ അവർ ദൈവസന്നിധിയിൽ ധൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോ ഉൾപ്പെടെയുള്ള സംഭവമാണ് ആ വായന. നമ്മുടെ ശിഷ്യന്മാർക്ക് ഒത്തിരി പീഡനങ്ങൾ വന്നപ്പോൾ അവരൊരു മനസ്സോടെ ധൈര്യത്തിനായി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മളും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പേടിച്ചോടുകയല്ല വേണ്ടത്. ഈ അപ്പോസ്തലന്മാരെ പോലെ ശിഷ്യന്മാരെ പോലെ ധൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഒത്തിരി ധൈര്യം നമുക്ക് ക്രിസ്തുവിൽ നിന്ന് കിട്ടിയാലാണ് നമുക്ക് കർത്താവിൻ്റെ വയൽപ്രദേശത്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധ്യാനം ഇതിലൂടെ തരികയാണ്. അതുകൊണ്ട് ഒത്തൊരുമയോടുകൂടി സഭ ഒന്നടങ്കം ധൈര്യത്തിനായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കുടുംബം ഒന്നടങ്കം ധൈര്യത്തിനായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ശുശ്രൂഷകന് ടീമായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ലേഖന വായനത്തിന് നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന, അതിൻ്റെ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന് നമ്മൾ എഫേസ്യ ലേഖനമാണ് 2:11-18. അതിങ്ങനെയാണ്: എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നാണ് ആ ഭാഗം പറയുന്നത്. എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി മധ്യത്തിലിറങ്ങി. അവൻ നമ്മുടെ സമാധാനമാണെന്നാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ ധ്യാനിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്ന ഒരു തിരിച്ചറിവനും. ഇനി നമ്മുടെ ഇടയിൽ വേർതിരിവുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ധാരാളം വേർതിരിവുണ്ട്. എന്താണ് ആ വേർതിരിവ് തന്നെ? ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ധാരാളം വേർതിരിവാണ്. അവൻ അതിപുരാതന ക്രിസ്ത്യാനി, പുരാതന ക്രിസ്ത്യാനി, സാധാ ക്രിസ്ത്യാനി, പുതു ക്രിസ്ത്യാനി എന്നൊക്കെയുള്ള വേർതിരിവൊക്കെ ധാരാളമുണ്ട്. പണക്കാരെന്നോ പാവപ്പെട്ടവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ സൗന്ദര്യമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അങ്ങനെയൊക്കെ ഒത്തിരി വേർതിരിവുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഭയ്ക്കകത്ത് നിലനിൽക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു വിശുദ്ധ കുർബാനയിൽ പ്രവേശിക്കുന്ന, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന, വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയ്ക്ക്, ആ ഒരേ അപ്പത്തിൻ്റെ അംശികൾ എന്നുള്ള നിലയ്ക്ക് ദേവാലയത്തിൽ വരുന്ന എല്ലാ മനുഷ്യരെയും, ക്രൈസ്തവ ഗോളത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒരേ സ്നേഹത്തോടെ, ഒരേ ബഹുമാനത്തോടെ, ഒരേ ആദരവോടെ കാണുവാൻ സാധിക്കണം. അവൻ നമ്മുടെ സമാധാനമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യനെ ചെറുതായിട്ടും വലുതായിട്ടും നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ ഇപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് തന്നെ മാറ്റി നിർത്താനിടയായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചറിഞ്ഞ് പ്രിയമുള്ളവരെ അതിൽ നിന്നെല്ലാം നമ്മൾ മോചനം പ്രാപിക്കണം. അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരികയാണ്. എവൻഗേലിയോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34 മുതൽ വാക്യങ്ങളും 11:1. അതിൽ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തു ശിഷ്യർക്ക് ഈ ലോകത്തിൽ സമാധാനത്തേക്കാൾ വാളാണ്, ഭിന്നതയാണ് എന്ന. ഞാൻ സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നൊരു വീട്ടിൽ, ഇന്ന് ഒരു ക്രൈസ്തവൻ്റെ വീട്ടിൽ, ക്രിസ്തുവിനെ പിൻചൊല്ലുന്നവൻ്റെ വീട്ടിൽ അവൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് യേശു പറയുകയാണ്. അതുകൊണ്ട് അതിൻ്റെ 2-ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. ഭിന്നതയല്ല, വാളല്ല, സമാധാനമല്ല, വാള്, ഭിന്നതകളാണ്. ഒരു വീട്ടിൽ അപ്പൻ അമ്മയോടൊക്കെ തെറ്റും, മാതാപിതാക്കൾ മക്കളോട് തെറ്റും. സുവിശേഷത്തിന് വേണ്ടി ആര് നിലകൊള്ളുന്നുവോ അവർക്ക് ഒത്തിരി പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അവരെ പുറകോട്ട് വലിക്കും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കർത്താവിനാണ് 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. 2-ാമത്തെ ചിന്ത എങ്ങനെയാണ്? കർത്താവിനേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ യേശുവിന് യോഗ്യനല്ല എന്ന് പറയണം. ഒരു എന്താ പറയുന്നത്, യേശുവിന് വേണ്ടിയാണ് എല്ലാ ബന്ധങ്ങളും നിലനിൽക്കേണ്ടത്, യേശുവിലൂടെയാണ്. യേശുവിനേക്കാൾ അധികമായി ഒരു ബന്ധത്തിനും വില കൽപ്പിക്കാൻ പാടില്ല എന്ന് യേശു പറയണം. ഒന്ന് യേശു പറഞ്ഞത് ഇന്നത്തെ എവൻഗേലിയോൻ നാളത്തെ നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് അങ്ങനെ യേശുവിന് വേണ്ടി വില കൊടുത്ത് ആരിറങ്ങിത്തിരിക്കുന്നു അവന് ഒരുപാട് ശത്രുക്കൾ അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും. ആ ശത്രുത ഉണ്ടായിട്ട് ഭയന്നു പോകാതെ, ശത്രുത കണ്ട് ഭയന്നു പോകാതെ ധൈര്യത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവിനേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്ന യേശുവിന് യോഗ്യനല്ല എന്ന് ചിന്തിച്ചുകൊണ്ടും, എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും യോഗ്യനല്ല എന്ന് ധ്യാനിച്ചുകൊണ്ടും, ക്രിസ്തുവിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിൽ എല്ലാവരെയും സ്നേഹിക്കാനുള്ള പരിശീലനം കർത്താവിനോട് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. 3-ാമത്തെ ചിന്ത എവൻഗേലിയോനിൽ നമുക്ക് മനസ്സിലാകുന്നത്, സ്വന്തം കഷ്ടതകൾ, അതിനെ കുരിശെന്നാണ് യേശു പറഞ്ഞത്, സ്വന്തം കഷ്ടതകൾ വഹിക്കാത്തവനും യേശുവിന് യോഗ്യനല്ല.
കഷ്ടപ്പാട് കണ്ട് ഒളിച്ചോടി പോകുന്നവനോ അല്ലെങ്കിൽ കഷ്ടപ്പാട് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു, കഷ്ടപ്പാടൊന്നും മാറിയില്ല. ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു, എൻ്റെ കഷ്ടപ്പാടൊന്നും മാറിയിട്ടില്ല, ഞാനിനി എന്തിനു പ്രാർത്ഥിക്കണം, ഞാൻ എന്തിനു യേശുവിനെ വിളിക്കണം, ഈ മനോഭാവത്തിൽ നിന്ന് മാറി സ്വന്തം കഷ്ടപ്പാടുകൾ വഹിച്ച് സ്വന്തം സഹനങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കാത്തവനും യേശുവിന് യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അതിൻ്റെ ഒരു പൂർണ്ണത നൽകുകയാണ്. എന്താണ്? സ്വന്തം ജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവൻ. ഞാനിപ്പോൾ ഈ പറഞ്ഞ സന്ധ്യയുടെ വായന തുടങ്ങി ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണല്ലോ പ്രിയമുള്ളവരെ. ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ് പറഞ്ഞത്. ആ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയിൽ ലാസ്റ്റ് യേശു പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ ലാസ്റ്റ് പറയുന്ന കാര്യമാണ്, സ്വന്തം ജീവൻ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കണക്കാക്കിയിട്ട് ഇതിലേക്കൊന്നും ഇറങ്ങാതെ സ്വന്തം ജീവൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ച് സ്വന്തം ജീവനെ ആരെങ്കിലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവന് നിത്യജീവൻ നഷ്ടപ്പെടുമെന്നാണ് യേശു പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 10:34 തുടങ്ങി 11:1 വരെ അത് നഷ്ടപ്പെടും അവന്. എന്നാൽ യേശുവിനെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ നിത്യജീവൻ കണ്ടെത്തും. ഹല്ലേലൂയ. എത്ര ഒരു നമ്മുടെ പിതാക്കന്മാർ ഇന്നിപ്പോൾ പ്രിയമുള്ളവർ എത്ര വായനകളാണ്, ഒരു 10 വായന ഇത് നമുക്ക് ഈ കുർബാനയ്ക്ക് ഒരുക്കമായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചു വെച്ചു. എൻ്റെ ആഴമേറിയൊരു ധ്യാനത്തിലേക്ക് പോയാൽ മണിക്കൂറുകൾ വേണ്ടി വരും. പക്ഷെ എന്താ, നമ്മളൊരു കുറച്ച് സമയം കൊണ്ട് എത്രയോ കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സന്ധ്യയുടെ വായന ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. അതുകൊണ്ട് നമ്മളെ പരിശോധിക്കുക. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ട വന്നാലും ക്രിസ്തുവിൽ ശക്തരായി മാറേണ്ടവരാണ് നമ്മൾ. നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടവരാണ്. ഓരോ വിശുദ്ധ ആരാധനയും ഓരോ ബലിയും ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് നമ്മളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ ഒരു ഗാനമുണ്ട്, വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിയുമ്പോൾ കത്തോലിക്ക പള്ളികളിലൊക്കെ പാടി ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ: എൻ ജീവൻ നിങ്ങൾക്കായി ബലിയണച്ചു, എൻ താതൻ നിങ്ങളിൽ സംപ്രീതരായി, എന്നാത്മാവാൽ നിങ്ങളെ ധന്യരാക്കി, ഇനി പോവുക എൻ ജീവൻ പകർന്നിടുവാൻ. വിശന്നവനായി വിയർത്തവനായി നഗ്നനായി നിങ്ങൾ എന്നെ കാണും. വിശന്നവനായി വിയർത്തവനായി നഗ്നനായി നിങ്ങൾ എന്നെ കാണും. മൺകുടിലിൽ പൂർണ്ണ വിവശനായി വീണ്ടും നിങ്ങൾ എന്നെ കാണും. എൻ സ്വരം കേട്ടങ്ങു വന്നിടണം, ഇന്നു നൽകിയ സ്നേഹം പകർന്നിടണം. എൻ സ്വരം കേട്ടങ്ങു വന്നിടണം, ഇന്നു നൽകിയ ജീവൻ പകർന്നിടണം. എൻ ജീവൻ നിങ്ങൾക്കായി ബലിയണച്ചു, എൻ്റെ താതൻ നിങ്ങളിൽ സംപ്രീതനായി, എൻ്റെ ആത്മാവാൽ നിങ്ങളെ ധന്യരാക്കി, ഇനി പോവുക എൻ ജീവൻ പകർന്നിടുവാൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു പരിശുദ്ധ ദിവസം ശാബത്ത് നമുക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ ഈ സന്ധ്യ മുതൽ നമ്മളെ ദൈവം കാത്തു പരിപാലിക്കട്ടെ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, വിശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കും ഇത് മറ്റുള്ളവരെ അറിയിക്കുന്നവർക്കും പരിചയപ്പെടുത്തുന്നവർക്കെല്ലാം ഏറെ സംരക്ഷണം ലഭിക്കത്തക്കവണ്ണം ഇടയാകട്ടെ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ബലഹീനായ എന്നെ ഈ സമയം വരെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.